ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബീഹാർ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മറ്റൊരു പരീക്ഷണം കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങേറുകയാണ്. അതായത് കാശ് കൊടുത്ത് ഇലക്ടറേറ്റിനെ തന്നെ അല്ലെങ്കിൽ സമ്മതിദായകരെ മൊത്തമായി വിലയ്ക്ക് വാങ്ങുക. അതിന്റെ ഫലം അറിയാൻ പോവുകയാണ്. ഇലക്ഷൻ 2 ദിവസം മുമ്പ് ബീഹാറിലെ ലക്ഷോപലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ, ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ ക്യാഷ് ട്രാൻസ്ഫറിന് 10,000 കോടി രൂപ മുടക്കേണ്ടി വന്നു. അതിൽ 2,500 കോടി മാത്രമേ നിതീഷ് കുമാറിന് ചെലവുള്ളൂ. ബാക്കി 7,500 കോടി രൂപ മുടക്കിയത് കേന്ദ്ര ഗവൺമെന്റാണ്, അഥവാ പ്രധാനമന്ത്രിയാണ്. കാരണം നിതീഷ് കുമാർ അധികാരത്തിൽ ഉണ്ടാവേണ്ടത് പ്രധാനമന്ത്രിയുടെ ആവശ്യമാണ്. കാരണം ബിജെപിക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല. നിതീഷ് കുമാർ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാനാവുകയുള്ളൂ. അതിലുപരി നിതീഷ് കുമാറിന് ഭൂരിപക്ഷമില്ലെങ്കിൽ അദ്ദേഹം മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ട്. അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്ന പാർട്ടിയാണ് നിതീഷ് കുമാർ എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ബീഹാറിൽ അധികാരത്തിൽ ഉണ്ടാവേണ്ടത് പ്രധാനമന്ത്രിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ബീഹാർ എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്നു. ബീഹാർ മാത്രമല്ല, ആന്ധ്രയുടെ കാര്യം വ്യത്യസ്തമല്ല. ഇവർ രണ്ടുപേരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ബിജെപി ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. 2.5 ലക്ഷം കോടി രൂപയാണ് ബീഹാറിന്റെ പൊതുകടം എന്നുള്ളത് നമ്മൾ മറക്കരുത്. കേരളവും മോശമൊന്നുമല്ല. ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടി, നെല്ലിന്റെയും റബ്ബറിന്റെയും ഒക്കെ തറവില കൂട്ടി. അങ്ങനെ കൂട്ടാനൊന്നും ബാക്കിയില്ല, എല്ലാം കൂട്ടി. ആ കൂട്ടിനെ കൊടുക്കാനുള്ള കാശുണ്ടോ അതാരും അന്വേഷിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2026 അസംബ്ലി ഇലക്ഷന് മുമ്പ് ശ്രീ പിണറായി വിജയൻ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു 10,000 വെച്ച് നിക്ഷേപിച്ചാൽ ഒരു സംശയമില്ല, മൂന്നാമതും പിണറായി തന്നെ. അതാണ് പണത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. രാഷ്ട്രീയമൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ. ആര് പണം കൊടുത്തോ അവർക്ക് വോട്ട് ചെയ്യും. കാരണം അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളവരൊന്നും അല്ല. പ്രത്യേകിച്ചും ബീഹാറിലെ ജനങ്ങൾ. സ്വന്തമായി വീടില്ലാത്തവര്, ഒരു കക്കൂസ് പോലും സ്വന്തമായിട്ടില്ലാത്തവർ എത്രയോ ആയിരക്കണക്കിനാണ് അവിടെയുള്ളത്. അവരെ സംബന്ധിച്ച് 10,000 രൂപ എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച പോലെയാണ്. അത് ആര് കൊടുത്തു? നിതീഷ് കുമാർ കൊടുത്തു. അഭിപ്രായ സർവേയിലൊക്കെ NDA ഒരുപടി മുന്നിലാണെങ്കിൽ പോലും ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ശ്രീമാൻ തേജസ്വി യാദവ് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും നിർണായകം തന്നെയാണ്. അന്തിമഫലം കത്തിരുന്ന് കാണാം. താങ്ക്